ഹന്ന എന്നൊരു സ്ത്രീയാണ് അവിടെ കാണുന്നത്. ഹന്ന എൽക്കറുമായി വിവാഹം കഴിച്ച് വർഷങ്ങളായിട്ട് മക്കളില്ല. അതിന്റെ വേദനയോടുകൂടി അവള് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവളുടെ അത്തരങ്ങൾ മാത്രമേ ചലിക്കുന്നുള്ളൂ. നാവിൽ നിന്ന് ഒരു അക്ഷരം പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അത്രത്തോളം വേദനയോടെ കടന്നു പോവുകയാണ്. അത്തരം മാത്രം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ അവളെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയാണ്. അവൾ മദ്യത്തിന്റെ ലഹരിയാണ് ദേവാലയത്തിലായിരിക്കുന്നത്. ഏലിയ പ്രവാചകൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നി ദേവാലയത്തിൽ മദ്യലഹരിയിലൂടെ വന്നു നിൽക്കുവാനായിട്ട്? അപ്പൊ അവള് ഏലിയ പ്രവാചകനോട് പറയുന്നുണ്ട്, അത്രത്തോളം മനോവേദന അനുഭവിക്കുന്നവരാണ് ഞാൻ. ലഹരി ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഹൃദയ വിചാരങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെന്നത്. ദൈവമേ, ദേവാലയത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാനിങ്ങനെ കരയുന്നത്, അത്തരത്തോടൊന്ന് സംസാരിക്കുന്നത് എന്റെ ദൈവത്തോട്. കൂടെ നിൽക്കുന്നവരൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അവരൊരു പക്ഷെ എന്നെ മനസ്സിലാക്കാതെ പോകുന്നുണ്ടാകാം. എന്റെ ജീവിത പങ്കാളിയായിരിക്കാം, എന്റെ മക്കളായിരിക്കാം, എന്റെ മാതാപിതാക്കളായിരിക്കാം, എന്റെ സുഹൃത്തുക്കളായിരിക്കാം. വിശ്വസിച്ചവരെ പോലും ചലിച്ച ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന് നീ കടന്നു പോകുന്ന വേദനകളും ദുഃഖങ്ങളും മനസ്സിലാകുന്ന ഒരു ദൈവമാണ് ഈ താനിൽ നിൽക്കുന്നത്. നീ ഹൃദയം തകർന്ന് വേദനിക്കുമ്പോൾ, നീ കണ്ണീരൊഴുക്കുമ്പോൾ, നിന്റെ അരികിൽ നിന്നോടൊപ്പം വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ദൈവം താനിലുണ്ട്. ആ ദൈവത്തോട് നീ സമർപ്പിക്കുക നിന്റെ ഹൃദയ വിചാരങ്ങൾ, വേദനകൾ. അന്ന എന്ന ആ സ്ത്രീ ദൈവസന്നിധിയിൽ ഒരു മക്കളില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ അധരങ്ങൾ തുറന്ന് അധരങ്ങൾ മാത്രം ചലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ ഈ ദേവാലയത്തിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്ന ദൈവമല്ല, ആ പ്രാർത്ഥനകൾ ഉത്തരം നൽകുന്ന ദൈവമാണ് എന്തായാലുള്ള. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ ദൈവത്തിന് സമർപ്പിക്കുക. ദൈവവിധാനങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ, നിങ്ങൾ വേദനയോടെ കടന്നുപോയ നിമിഷങ്ങൾ, രാത്രിയുടെ യാമങ്ങളൊക്കെ എത്രയോ തകർന്നു പോയിട്ടുണ്ട്. ജീവിതത്തിൽ ആരും പോലും ഇല്ല എന്ന് തോന്നിപ്പോയ അവസരങ്ങൾ, എത്രയോ സ്നേഹിച്ചിട്ട് നമ്മളെ ആരും മനസ്സിലാക്കാനില്ലാതെ പോയ അവസരങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എസെക്കിയേൽ രാജാവിനെ പറ്റിയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. രോഗപീഡിതനായി മരണതുല്യമാകുമ്പോൾ എസെക്കിയേൽ രാജാവ് ചുമലിനോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. താൻ ചെയ്ത നന്മകളൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവ